തമിഴ്നാട്ടിൽ ഉദിച്ചുയർന്ന BJPയുടെ സൂര്യനാണ് അണ്ണാമലൈ. അണ്ണാമലൈ വരുത്തിവെച്ച വിപ്ലവം, അവിടെ നടപ്പാക്കിയ മാറ്റങ്ങൾ ഒക്കെ വലിയ രീതിയിൽ ചർച്ചയായതാണ്. ഇപ്പോഴിതാ അണ്ണാമലൈ സംസ്ഥാന അധ്യക്ഷ പദവിയിൽ നിന്ന് പടിയിറങ്ങുന്നു. അണ്ണാമലയെ കാത്തിരിക്കുന്നത് എന്താണ്? BJP അണ്ണാമലയ്ക്ക് അടുത്ത കൊടുക്കുന്ന നിയോഗം എന്താണ്? അല്ല, അതാണ് എല്ലാവരും ഇപ്പോൾ കാത്തിരിക്കുന്നത്. കാരണം ഇത് ഞെട്ടിക്കുന്ന ഒരു തീരുമാനമായിരുന്നു. അങ്ങനെ ചർച്ചകൾ 2 ദിവസമായി തന്നെ ഉയർന്നു വന്നെങ്കിലും ഇങ്ങനെ ഒരു കടുത്ത തീരുമാനത്തിലേക്ക് BJP നേതൃത്വം എത്തുമെന്ന് ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. അണ്ണാമല എത്തുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല. അതിനിടയ്ക്കാണ് അദ്ദേഹം ഇന്നലെ മാധ്യമങ്ങളെ കണ്ട് അദ്ദേഹം തന്നെ നേരിട്ട് വ്യക്തമാക്കുകയാണ്, ഞാൻ ഈ സ്ഥാനത്ത് നിന്ന് 5 വർഷത്തിലധികമായി ഈ BJPയുടെ സേവനം മതിയാക്കുന്നു എന്ന രീതിയിൽ അദ്ദേഹം പറയുന്നത്. BJPയുടെ സേവനമല്ല, BJPയിൽ അദ്ദേഹത്തിന്റെ തുടക്കം മാത്രമാണല്ലോ. കാരണം ഒരു 5 വർഷമെന്നും ഒരു ചെറിയൊരു സംഖ്യ രാഷ്ട്രീയത്തിൽ. കാരണം ഇനി അദ്ദേഹത്തിന്റെ പ്രായവും അത്രയാണ്, ഒരു 40-ന് താഴെയാണ് അദ്ദേഹത്തിന്റെ പ്രായം. 30-35 വർഷങ്ങൾ കിടക്കും ഇനി അദ്ദേഹത്തിന് മുന്നിലുണ്ട്. പ്രത്യേകിച്ച് തമിഴ്നാട്ടിൽ തന്നെ അത് വളരുന്ന ഒരു പാർട്ടിയാണല്ലോ, അല്ലാതെ മറ്റു പാർട്ടികളെ പോലെ തകരുന്ന ഒരു പാർട്ടിയല്ല, അത് വളരുന്ന ഒരു പാർട്ടി ആയതുകൊണ്ട് തന്നെ വലിയ പ്രതീക്ഷയോടെയാണ് അവിടുത്തെ ജനങ്ങളും കണ്ടത്. ജനങ്ങളെ കുറിച്ച് പറയുമ്പോഴും ഇദ്ദേഹം മാറുന്നു എന്ന സൂചന നൽകിയപ്പോൾ തന്നെ സമൂഹ മാധ്യമങ്ങളിൽ BJPക്കെതിരെ വലിയ എതിർപ്പുണ്ടാകുന്നു. BJP അണികൾ പറയുന്നു ഞങ്ങൾ പാർട്ടി വിട്ടുപോകും എന്ന രീതിയിലുള്ള വിമർശനങ്ങൾ വരുമ്പോഴും അദ്ദേഹം മൗനം പാലിക്കുകയാണ് ചെയ്തത്. എന്തായാലും ചേട്ടൻ ചോദിച്ചതുപോലെ തന്നെ ആ BJP ചില സുപ്രധാന പദവികൾ അദ്ദേഹത്തിന് നൽകുമെന്ന് പറയുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അദ്ദേഹത്തെ കേന്ദ്ര മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തുമെന്നാണ്. കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രിയായി ഉൾപ്പെടുത്തുമെന്ന് പറയുമ്പോഴും പുതിയ പ്രസിഡന്റായി ചിലപ്പോൾ അവിടെ വരാൻ സാധ്യതയുള്ള എൽ മുരുകനാണ്. മുൻപ് പ്രസിഡന്റ് ആയിരുന്ന എൽ മുരുകൻ ഇപ്പോൾ കേന്ദ്രമന്ത്രിയാണ്. അദ്ദേഹത്തെ കൊണ്ടുവരാനുള്ള സാധ്യതയുമുണ്ട്. പക്ഷെ അങ്ങനെ ഒരു കേന്ദ്രമന്ത്രിയെ തിരിച്ച് ഇവിടെ എത്തിക്കുമോ എന്ന് സംശയമാണ്. പക്ഷെ അത് BJP ആണ്. BJP അങ്ങനെയുള്ള വളരെ തന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്നതിൽ BJPക്ക് എന്നും ഒരു പണത്തൂക്കം, നമ്മൾ ഈ സ്വർണം അളക്കുമ്പോൾ പണത്തൂക്കം എന്നാണല്ലോ പറയണത്, പണത്തൂക്കം മുന്നിലാണ് BJP എന്ത് ചെയ്യുമെന്ന് എതിരാളികൾക്കോ BJPയിലെ അണികൾക്കോ പോലും അറിയാൻ സാധിക്കില്ല. അപ്രതീക്ഷിതമായിരിക്കും എല്ലാ തീരുമാനങ്ങളും ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ രാജ്യം തന്നെ അപ്രതീക്ഷിതമായിരുന്നു. കാരണം അണ്ണാമലയെ പോലെ ഓരോ ഗ്രാമങ്ങളിലും ഇറങ്ങി BJP എന്താണ്, BJPയുടെ ആശയം എന്താണ്, BJPയുടെ നേതാക്കൾ എന്താണ്, BJPയുടെ വികസന പദ്ധതി എന്താണ്, നരേന്ദ്രമോദിയുടെ വികസന പദ്ധതി എന്താണ്, യുവാക്കളുടെ ആവശ്യങ്ങൾ എന്താണ്, ഈ അഴിമതിയെക്കുറിച്ച്, DMKയുടെ അഴിമതിയെക്കുറിച്ച്, അവരുടെ കുടുംബാധിപത്യത്തിനു വേണ്ടി അതിനെതിരെ നിരന്തരം സംസാരിച്ചു കൊണ്ടിരിക്കുകയും ഈ അണ്ണാമല കാരണം തന്നെ ബാലാജി എന്ന അവരുടെ പ്രധാനപ്പെട്ട ഒരു നേതാവ്, കോയമ്പത്തൂർ മേഖല അടക്കി ഭരിച്ചിരുന്ന ആ നേതാവിനെ തന്നെ ഉള്ളിലാക്കുന്ന, അറസ്റ്റ് ചെയ്യുന്ന ഒരു അവസ്ഥ തന്നെ ഉണ്ടായിരുന്നു. പിന്നീട് അദ്ദേഹം രാജിവെക്കുകയും തിരിച്ചു വരുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷെ അതെല്ലാം കൊണ്ട് തന്നെയാണ് ജനങ്ങൾ വലിയ രീതിയിൽ അദ്ദേഹത്തെ സ്വീകരിക്കുകയും ചെയ്തു. അതോടൊപ്പം തന്നെ കേന്ദ്ര നേതൃത്വവും ഈ അണ്ണാമലയിൽ വലിയ പ്രതീക്ഷ വയ്ക്കുന്ന സാഹചര്യം ഉണ്ടായി. അതുകൊണ്ട് തന്നെയാണ് വർഷങ്ങളായി തന്നെ അവിടെ സഖ്യത്തിലായിരുന്ന അണ്ണാ DMKക്കെതിരെ ഇദ്ദേഹം വലിയ വിമർശനങ്ങൾ ഉന്നയിക്കുമ്പോഴും നരേന്ദ്രമോദി, അമിത്ഷാ എല്ലാം കണ്ണടയ്ക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പിന്നീട് അവർ ആവശ്യപ്പെട്ടത് അണ്ണാമലയെ മാറ്റുക, അല്ലെങ്കിൽ ഞങ്ങൾ സഖ്യം വിടുമെന്ന് പറഞ്ഞപ്പോൾ അണ്ണാമലയോടൊപ്പമായിരുന്നു BJP നിൽക്കുകയും ചെയ്തു. അതിനുശേഷം അണ്ണാമല പറഞ്ഞത് ഞാൻ വലിയ രീതിയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റുകൾ നേടും, അതിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്നു. ആ സമയത്ത് തന്നെയാണ് എൻ മക്കൾ എന്ന ഒരു പദയാത്ര നടത്തി. പദയാത്ര വലിയ രീതിയിൽ ജനങ്ങൾക്കിടയിൽ കൊണ്ടുപോയി അതിന്റെ എല്ലാം ഒരു നീക്കങ്ങൾ നാം സർവേ ഫലങ്ങളിൽ ഉൾപ്പെടെ കണ്ടതാണ്. 5-ലധികം സീറ്റുകൾ അവിടെ നേടുകയും അണ്ണാ DMK 3-ാം സ്ഥാനത്തിലേക്ക് പോകുമെന്ന പല സർവേകളും വന്നപ്പോൾ അതെല്ലാം അവസാനം തെറ്റുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ആ തെരഞ്ഞെടുപ്പ് എന്തായാലും ഈ അണ്ണാമലയെ വലിയ രീതിയിൽ ബാധിച്ചിട്ടുണ്ട്. വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് കാലം വന്നപ്പോഴാണ് BJPക്ക് മറ്റു വഴികളില്ലെന്ന് പറയുമ്പോൾ എങ്ങനെയായാലും സ്റ്റാലിനെ താഴെ ഇറക്കുക എന്നതാണ്. ഈ BJPക്ക് തലവേദനയായി മാറുന്നവരെ എല്ലാം BJP ലക്ഷ്യമിടുകയും അവരെ താഴെ ഇറക്കുകയും ചെയ്യുന്നത് അധികാരത്തിൽ നിന്ന് അകറ്റി നിർത്തുകയും. ആദ്യകാലത്ത് TDP ആയിരുന്നു. TDP BJPയുമായി വിട്ടുപോയതിനു ശേഷം വലിയ രീതിയിൽ തലവേദനയായി മാറുന്നു അല്ലെ. 3-ാം മുന്നണിയെല്ലാം രൂപീകരിക്കാനുള്ള ശ്രമം അങ്ങനെ വലിയ രീതിയിൽ ഉണ്ടായിരുന്നപ്പോൾ അദ്ദേഹത്തെ പരാജയപ്പെടുത്തി. പിന്നീട് കണ്ട TRS ആയിരുന്നു. TRSന്റെ ചന്ദ്രശേഖർ റാവു, അദ്ദേഹം വലിയ തലവേദനയായിരുന്നു. പിന്നീട് കണ്ടത് കെജ്രിവാളിനെ പരാജയപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടായി. പിന്നീട് കണ്ടത് കമൽനാഥിനെ പൂർണ്ണമായി പിളർത്തിക്കൊണ്ട് കോൺഗ്രസിനെ പിളർത്തുന്ന സാഹചര്യം ഉണ്ടായി. അങ്ങനെ എല്ലാ കാലത്തും BJPക്കെതിരെ ആരാണോ നിൽക്കുന്നത് അവരെ ലക്ഷ്യമിട്ടുകൊണ്ട് തന്നെ കൃത്യമായി രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടി
അത് ഇനി അവർ ED ഇറക്കിയാലും CBI ഇറക്കിയാലും അവർ അവസാന ഘട്ടത്തിൽ വിജയം കാണും. അത്തരമൊരു സംഭവമാണ് ഇപ്പോൾ നടക്കുന്നത്. തുടർച്ചയായി തന്നെ സ്റ്റാലിൻ എന്ന നേതാവ് BJPക്ക് തലവേദനയാകുന്നുണ്ട്, പ്രത്യേകിച്ച് ഈ ഭാഷാ വിഷയം. കാരണം BJP പല നേതാക്കളും വൈകാരികമായി തന്നെ പറയുകയാണ്. പ്രത്യേകിച്ച് ധർമ്മേന്ദ്ര പ്രധാനാണല്ലോ വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന അദ്ദേഹം തന്നെ പറഞ്ഞു, ഞാൻ നിങ്ങളെക്കാൾ ഏറ്റവും കൂടുതൽ മാതൃഭാഷയെ സ്നേഹിക്കുന്ന ഒറീസയിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾ എന്നെങ്കിലും പരിഗണിക്കണമെന്ന് പറഞ്ഞിട്ട് ദയനീയമായി പറഞ്ഞിട്ട് പോലും ഈ സ്റ്റാലിൻ ഉൾപ്പെടെയുള്ളവർ ചെവിക്കൊണ്ടില്ല. അതോടൊപ്പം തന്നെയാണ് പിന്നീട് ഉണ്ടായത്, ഈ എല്ലാ മുഖ്യമന്ത്രിമാരെയും അവിടെ എത്തിച്ച് ചെന്നൈയിൽ വെച്ച് ഇത് നടത്തുന്നല്ലോ, ഒരു മണ്ഡല പുനർനിർണയവുമായി ബന്ധപ്പെട്ട വലിയ പ്രോഗ്രാം വയ്ക്കുകയും അതിൽ പല സംസ്ഥാനത്തെ മുഖ്യമന്ത്രിമാർ, പ്രത്യേകിച്ച് പിണറായി വിജയൻ, രേവന്ത് റെഡ്ഡി, ശിവകുമാർ ഉൾപ്പെടെയുള്ളവർ, ഭഗവത് മാൻ പഞ്ചാബ് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ഒരു കൂട്ടം മുഖ്യമന്ത്രിമാർ പങ്കെടുത്തു. അപ്പോൾ അദ്ദേഹത്തെ ഒതുക്കാനുള്ളത് BJPയുടെ ഒരു പ്രധാന കടമയായി തന്നെ അവർ ഏറ്റെടുത്തിട്ടുണ്ട്. അത് ചില സർവേ ഫലങ്ങളിലും കൃത്യമായി പറയുന്നുണ്ട്. കാരണം ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഫാക്ടർ വിജയയുടെ കടന്നുവരവാണ്. വിജയയുടെ കടന്നുവരവിലൂടെ തന്നെ ഈ വോട്ടുകൾ പൂർണ്ണമായി തന്നെ വേർപിരിയാനുള്ള സാധ്യത, സ്പ്ലിറ്റ് ആവാനുള്ള സാധ്യത കാണുന്നു. ഭരണവിരുദ്ധ വികാരം ഒരു പക്ഷെ ചിതറിപ്പോവുക. അപ്പോൾ അങ്ങനെ ചിതറിപ്പോകുമ്പോഴും ഇപ്പോൾ വിജയ് തന്നെ പ്രഖ്യാപിച്ചിരിക്കുന്നത് DMKയുമായുള്ള തുറന്ന യുദ്ധത്തിനാണ്. DMKയുടെ പല വോട്ടുകളും വിജയ്ക്ക് ചോർത്താൻ കഴിയും. കാരണം അവിടെ ഒരു സിനിമാ സ്നേഹമാണല്ലോ അവിടെ നിൽക്കുന്നത്. ഉദയനിധിയും കരുണാനിധിയും അടക്കമുള്ള ഒരു സിനിമാ സ്നേഹമുണ്ട്. ആ സിനിമാ സ്നേഹത്തെ പൂർണ്ണമായും വിജയ്ക്ക് ക്യാപ്ചർ ചെയ്യാൻ കഴിയും, പിടിച്ചെടുക്കാൻ കഴിയും. അപ്പോൾ ആണ് BJPയും DMKയും തമ്മിലുള്ള സഖ്യം വരികയാണെങ്കിൽ അവിടെ ഒരു വിജയം നേടാൻ കഴിയുമെന്ന്. എന്ന് പറഞ്ഞാൽ വലിയ ജയലളിതയിൽ ഇരിക്കുമ്പോൾ 200-150 സീറ്റ് നേടുന്ന ആ വലിയ വിജയമല്ല, ചെറിയ രീതിയിലുള്ള കേവല ഭൂരിപക്ഷം കടക്കാൻ കഴിയുമെന്ന ചില സർവേ ഫലങ്ങൾ വന്നതിന് ശേഷമാണ് അമിത്ഷായുടെ നേതൃത്വത്തിൽ ഡൽഹിയിൽ ഒരു ചർച്ച നടന്നിട്ടുണ്ടല്ലോ, എടപ്പാടിയുമായി ചർച്ച നടത്തി. അപ്പോൾ ആ ചർച്ചയിൽ ഉന്നയിച്ച പ്രധാനപ്പെട്ട ആവശ്യമാണ് അണ്ണാമലയെ മാറ്റുക. അതിനുശേഷമായിരിക്കും ഇവർക്ക് രണ്ടുപേർക്ക് സുഖമായി മുന്നോട്ട് പോകാൻ കഴിയുക. അങ്ങനെ മാറ്റുമ്പോഴും BJPക്ക് അണ്ണാമലയെ അങ്ങനെ അവഗണിക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെയാണ് ദേശീയ തലത്തിൽ അദ്ദേഹത്തിന് സാധ്യതകളുള്ളത്. മറിച്ചിപ്പോൾ കോൺഗ്രസിനെ പോലുള്ള ഒരു പാർട്ടിയല്ലല്ലോ. ഇപ്പൊ കോൺഗ്രസിന് ഇനി നോക്കുകയാണെങ്കിൽ ഒന്നെങ്കിൽ MLA MPയോ അല്ലെങ്കിൽ പാർട്ടിയിൽ ഒരു ചുമതല. മറിച്ച് അങ്ങനെയല്ല, BJPക്ക് ഇപ്പോൾ എല്ലാ സംസ്ഥാനങ്ങളിലും അധികാരമുണ്ട്, കേന്ദ്രത്തിൽ അധികാരമുണ്ട്. അത്രയ്ക്ക് വൈഡായിട്ട് ആ പാർട്ടി വളർന്നിട്ടുണ്ട്. ഇപ്പോൾ കേരളത്തിൽ നിന്ന് തന്നെ 2 സംസ്ഥാനങ്ങളിൽ ഗവർണർമാരുണ്ട്, കേന്ദ്രമന്ത്രിമാരുണ്ട്. അങ്ങനെ ആ രീതിയിൽ തന്നെ അവരെ പല ഇടങ്ങളിലേക്ക് എത്തിക്കാനുള്ള കഴിവുണ്ട്. അങ്ങനെ നോക്കുമ്പോഴാണ് ഒന്നെങ്കിൽ ദേശീയ ജനറൽ സെക്രട്ടറി, ഞാൻ തുടക്കം സൂചിപ്പിച്ചതുപോലെ തന്നെ കേന്ദ്ര സഹമന്ത്രി, ആ രീതിയിലുള്ള സാധ്യതകളാണ് കാണുന്നത്. അതോടൊപ്പം തന്നെ ആ പാർട്ടി എന്തായാലും ആ സംസ്ഥാനത്ത് വലിയ രീതിയിൽ തന്നെ വളർന്നു കഴിഞ്ഞിട്ടുണ്ട്. 2026 ഇത് കൃത്യമായി തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇതിനു മുൻപുള്ള ഇലക്ഷനും 2021 ഇലക്ഷൻ നോക്കുമ്പോഴും പറയാം, BJP ജയിച്ചിരിക്കുന്ന 4 സീറ്റുകൾ അങ്ങനെ ചെറിയ സീറ്റുകളല്ല. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കോയമ്പത്തൂർ വിജയമായിരുന്നു. അങ്ങനെ വലിയ രീതിയിൽ ഞാൻ തമിഴ്നാട് കീഴടക്കാൻ വരുന്നു എന്ന് പറഞ്ഞിറങ്ങിയ കമലഹാസനെയാണ് BJP അന്ന് പരാജയപ്പെടുത്തുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വീണ്ടും ഒരു മത്സരത്തിലേക്ക് വരുമ്പോൾ, DMKയുമായി മത്സരത്തിൽ വരുമ്പോൾ BJP എന്തായാലും 10-ലധികം സീറ്റിലേക്ക് മുന്നേറാനുള്ള സാധ്യതകൾ ഇപ്പോൾ പല സർവേകളും സൂചിപ്പിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ തമിഴ്നാട്ടിൽ സ്റ്റാലിനെ താഴെ ഇറക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ BJP കടുത്ത തീരുമാനമായിട്ട് കൂട്ടുചേർന്ന് തൽക്കാലത്തേക്ക് അണ്ണാമലയെ അവിടുന്ന് മാറ്റി കേന്ദ്രത്തിലേക്ക് കൊണ്ടുവരികയും ഒപ്പം തമിഴ്നാട്ടിൽ അതിശക്തമായ ഒരു പോരാട്ടം കാഴ്ചവെച്ച് സ്റ്റാലിനെ താഴെ ഇറക്കുക. അതാണ് BJPയുടെ അജണ്ട. ഈ കടുത്ത തീരുമാനത്തിലേക്ക് പോകുമ്പോഴും അവിടുത്തെ അണികളുണ്ടല്ലോ, തമിഴ്നാട്ടിലെ BJPയുടെ അണികൾ ഇത് ഏത് തരത്തിൽ പ്രതികരിക്കുമെന്ന് വലിയ ആശങ്കയുള്ള. കാരണം അവർക്ക് അണ്ണാമല അത്രത്തോളം അവർ നെഞ്ചേറ്റിയ ഒരു നേതാവാണ്. അപ്പൊ ആ നേതാവിനെ മാറ്റി അതിനനുസരിച്ചൊരു മുഖം വയ്ക്കണമല്ലോ. ഇപ്പോൾ സുരേന്ദ്ര മാറുമ്പോൾ അതിനേക്കാൾ മികച്ച കഴിവുള്ള ഒരു രാജീവ് വേണം. ഇപ്പോൾ നഡ്ഡ മാറുമ്പോൾ നഡ്ഡയേക്കാൾ കഴിവുള്ള മികച്ച നേതാവ് വേണം. ഇപ്പോൾ കേന്ദ്രത്തിൽ നോക്കുകയാണെങ്കിൽ വാജ്പേയി മാറിയപ്പോൾ, അദ്വാനി മാറിയപ്പോൾ അവരെക്കാൾ അഗ്രസീവ് ആയിട്ടുള്ള ഒരു മോദി വേണം. ആ രീതിയിലാണ്. അതും ഏറ്റവും വലിയ പ്രതിസന്ധിയാണ്. ആരായിരിക്കും ജനങ്ങളെ, ഇദ്ദേഹം ക്രൗഡ് പുള്ളർ ആണല്ലോ, ജനങ്ങളെ അങ്ങ് ആവേശത്തിൽ എത്തിക്കുന്ന ഒരു നേതാവാണ്. അപ്പൊ ആ അത്രയും കഴിവുള്ള ഒരു നേതാവ് ഇനി
തമിഴ്നാട്ടിൽ BJPക്ക് കിട്ടുമോ എന്നതാണ് ഇതിൽ ഏറ്റവും വലിയ പ്രതിസന്ധി. അല്ലാതെ ഈ അണ്ണാമലയ്ക്ക് കൊടുക്കാൻ പല പദവികളുമുണ്ട്, പക്ഷെ അണ്ണാമലയ്ക്ക് പകരം ആരെന്ന ചോദ്യം അവിടെ വലയ്ക്കുന്നതാണ്.